വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നു. 5 പേരും ഇപ്പോഴും മണ്ണിന് അടിയിലാണെന്ന് സൂചന. അപകടത്തിൽ ഇതുവരെ 3 മരണമാണ് സ്ഥിരീകരിച്ചത്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് സന്ദർശിക്കും. സംഭവസ്ഥലത്തു നിന്നും ജോഷില കൂടി ചേരുകയാണ്. ജോഷില, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംഭവ സ്ഥലത്തുമായ ഇവിടെ കള്ളാടിയിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ MLA-മാരായ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ കെ രാജനും വി കെ സനോജും അടക്കമുള്ള MLA-മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. വി കെ സനോജും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എങ്ങനെ സംസാരിക്കണമെന്ന് നന്നായിട്ട് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. അബദ്ധമായ സംസാരമാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രി മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറയുന്നു, വേറൊരു മന്ത്രി പഴയ സർക്കാരിൻ്റെ കുറ്റമാണെന്ന് പറയുന്നു, മറ്റൊരു മന്ത്രി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി കരാറുകാരെ കുറ്റപ്പെടുത്തുന്നു. മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ട് കരാറുകാർ ചെയ്തില്ല എന്ന് പരാതി പറയുകയാണ് മുഖ്യമന്ത്രി. ഈ ഓരോ മനുഷ്യനും പരാതി പറയാനുള്ള കസേരയാണ് മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തന്നെ പരാതി പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞിട്ടും മണ്ണ് മാറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് സാധിക്കാതെ പോയത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഒരു ഡാൻസിങ് ഡോൾ അല്ലെങ്കിൽ ഡോൾ കൈമാറ്റ പോലെ ഉള്ള ഒരു കാര്യമാക്കി ഈ ദുരന്തത്തെ എല്ലാ മന്ത്രിമാരും ചേർന്ന് മാറ്റരുത് എന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. എന്തായാലും ഇവിടെ ഇപ്പോൾ 5 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞു, വീണ്ടും 4 മണിക്കൂർ കൂടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 28 മണിക്കൂർ ആകാൻ പോകുന്നു. അപ്പോഴും 5 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. 3 പേരുടെ മരണം സംഭവിച്ചതാണ്. 10 പേരെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള 5 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ഇന്നലെ മുതൽ ആരംഭിച്ച ഈ പ്രവർത്തനം എവിടെയും എത്താത്ത ഒരു അവസ്ഥയാണ്. കാരണം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കള്ളാടി മീനാക്ഷി പാലത്തിന് മുകളിലും അതുപോലെ തന്നെ കള്ളാടിയിൽ നിന്നും ചൂരൽമലയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള മണ്ണുമാറ്റൽ പ്രക്രിയയാണ് ഇന്നലെ രാത്രി നടന്നത്. എന്നാൽ അതേസമയം തന്നെ തിരച്ചിൽ നടത്താൻ അത് കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. 28 മണിക്കൂർ പിന്നിടുന്നു. 5 ജീവനുകളാണ് ഒരുപക്ഷെ മണ്ണിനടിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതിൽ എത്ര പേർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരത കൈവന്നിട്ടില്ല, അല്ലെങ്കിൽ സ്ഥിരീകരണം കൈവന്നിട്ടില്ല. എന്നിട്ട് പോലും ബാക്കി മണ്ണ് മാറ്റാൻ സാധിക്കുന്നില്ല. ഈ മണ്ണിനടിയിൽ അവരുണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട്. 28 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ സാധിക്കാതെ ഇപ്പോഴും വൈകുന്നേരമാകാൻ തുടങ്ങി. ഏകദേശം രാത്രിയോട് അടുക്കുകയാണ്. കാലാവസ്ഥ ഇതേ രീതിയിൽ തുടരുകയാണ്. 5 ജീവനുകൾ അതാണ് മണ്ണിനടിയിൽ ഉള്ളത്. രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അത് നടത്തേണ്ടിയിരുന്ന സമയത്ത് കൃത്യമായി നടത്തിയോ എന്നുള്ള കാര്യമടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് മന്ത്രിമാർ തമ്മിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, എൻ്റെ വകുപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായ ഒരു ഏകോപനം ഈ ഒരു തിരച്ചിലിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നേരത്തെ ഇവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. എന്തായാലും ആ ഒരു ഏകോപനം, മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്ന ആ ഒരു ഏകോപനവും ദ്രുതഗതിയും ഒന്നും തന്നെ ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത്രയേറെ റിസ്ക്കുള്ള കാര്യമായിരുന്നില്ല, മുണ്ടക്കൈ ചൂരൽമല പോലെ അത്രയേറെ റിസ്ക്കുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ട് പോലും ഈ മണ്ണ് മാറ്റാൻ ഇതുവരെയായി 28 മണിക്കൂറിനുള്ളിൽ മണ്ണ് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ. ആര്യ, ജോഷില, വയനാട്ടിൽ മഴയുൾപ്പെടെയുള്ള പ്രതിരോധ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അത് ഈ തിരച്ചിൽ പ്രവർത്തനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മഴ മാറി നിന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. എന്നാൽ ആ ഒരു മഴ തന്നെയാണോ പ്രതികൂലമായി നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് അന്ന് എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിയാണ് എല്ലാവരും ഒരേപോലെ ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന്, ദുരന്ത മേഖലയിൽ ഇറങ്ങിച്ചെന്ന് അത് ദുരന്ത ബാധിതരെ മണ്ണിനടിയിൽ നിന്നും
ആളുകളെ എടുക്കുന്ന കാര്യത്തിൽ നിന്നും അത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആശുപത്രികളിലേക്ക് എത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഉണ്ടായ ഒരു ഏകോപനവും സ്പീഡ് എന്ന് പറയുന്ന വേഗതയും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഏകോപനത്തിൽ വന്ന പാളിച്ച, തുടക്കത്തിൽ തന്നെ ഏകോപനത്തിൽ വന്ന പാളിച്ച, മന്ത്രിമാർ തമ്മിൽ വകുപ്പുകൾ കൈമാറിയുള്ള എൻ്റെ വകുപ്പിലല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഏകോപനത്തെ ബാധിച്ചോ എന്നുള്ള കാര്യമടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെയുള്ള ആളുകളിൽ നിന്നും അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. 28 മണിക്കൂറായി ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾ കൂടിയാണ്. അതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 3 മൃതശരീരങ്ങൾ എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനം ഒരുക്കി എന്നാണ് DMOയും അടക്കമുള്ള ആളുകൾ, കളക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ പോലും മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം അതിൻ്റെ ഒരു തീവ്രമായ രൂപത്തിൽ നടന്നോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം 28 മണിക്കൂറായി അത് വലിയ ഒരു ഏരിയയിൽ, അതായത് മുണ്ടക്കൈ ചൂരൽമല പോലെ വലിയ ഒരു ഏരിയയിൽ ബാധിച്ച ഒരു വിഷയമല്ല. എന്നാൽ പോലും ഈ മണ്ണ് പോലും മാറ്റാൻ സാധിക്കാത്ത ഒരവസ്ഥ. ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് അവിടെ നിന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയുടെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ റോഡിൽ നിന്ന് മണ്ണ് നീക്കാനായിരുന്നു ആദ്യ ശ്രമം നടത്തിയത്. അതേ രീതിയിലുള്ള തീവ്ര ശ്രമം ഈ തിരച്ചിലിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 5 പേരെയും നേരത്തെ തന്നെ കിട്ടിയുമായിരുന്നു എന്നുള്ളതാണ് ആളുകൾക്കിടയിൽ നിന്നും ഉയരുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഡോഗ് സ്ക്വാഡ് അല്പസമയം ചെലവഴിച്ച, അല്ലെങ്കിൽ അവിടെയുണ്ടോ എന്നുള്ള ഒരു മൃതശരീരം അവിടെയുണ്ടോ എന്നുള്ള രീതിയിൽ സംശയിച്ചു നിന്ന സ്ഥലത്ത് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ, കള്ളാടിയിൽ നിന്നും ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്.